ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നട്ടുച്ചയ്ക്ക് ഏകദേശം 12:30 മുസ്ലിം വേഷം അണിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ പാലക്കാട് IMA ജംഗ്ഷനിൽ വെച്ച് നടു റോട്ടിൽ നിന്ന് നിസ്കാരം നിർവഹിക്കുന്നു. അത് കണ്ട ഉടനെ തന്നെ എല്ലാവരും ആ വീഡിയോ പകർത്തുകയും അതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ജനൻ TV അടക്കമുള്ള ചാനലുകളെല്ലാം തന്നെ വാർത്ത വരികയും അത് വ്യാപകമായ രീതിയിൽ അത് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ മുസ്ലിം ജിഹാദിയാണ് എന്നും ആ ഉമ്മയ്ക്ക് ഭ്രാന്താണ് എന്നും കേരളം ജിഹാദികൾ പിടിച്ചടക്കി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഒരുപാട് ക്യാപ്ഷനോടുകൂടി സംഘപരിവാർ ശക്തികളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും എല്ലാം തന്നെ അത് വ്യാപകമായ രീതിയിൽ അത് ഷെയർ ചെയ്യപ്പെട്ടു എന്നുള്ളത് സത്യമായ ഒരു കാര്യമാണ്. ഞാൻ എന്നാൽ നിങ്ങളോടൊരു കാര്യം ആമുഖമായിട്ട് പറയട്ടെ. ഈ ഉമ്മയെ അല്ലെങ്കിൽ ഈ സഹോദരിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, എന്താണ് റോഡെല്ലാം അങ്ങനെ ബ്ലോക്കാക്കിക്കൊണ്ട് നടു റോട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുകയാണെങ്കിൽ എന്തിനാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ അപ്പോൾ നിങ്ങൾക്കും അവരോട് തീർച്ചയായിട്ടും ആഭിമുഖ്യം തോന്നുകയും ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ആദ്യമായിട്ട് പാലക്കാട് ജംഗ്ഷനിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾ കണ്ടു കാണും. ശരിക്കും പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ട്രാഫിക് ജാം ആയിട്ടുണ്ട്, ഗതാഗതങ്ങൾ തടസ്സപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനോടൊന്നും നമ്മൾ യോജിക്കുന്നില്ല. പക്ഷേ ഈ അനീസ എന്ന് പറയുന്ന ഒരു കോയമ്പത്തൂർ സ്വദേശിയാണ് അവിടെ വെച്ച് നിസ്കാരം നിർവഹിച്ചത്. തീർച്ചയായിട്ടും നടു റോഡിൽ സംഭവം ബ്ലോക്കാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ചെയ്തത്. പക്ഷേ അവർ ചെയ്യാനുള്ള കാരണങ്ങൾ കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അവരോടൊരു അനുകമ്പയൊക്കെ തോന്നിപ്പോവും. പിന്നെ ഈ കേരളത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല ഇങ്ങനെ ഗതാഗതം തടസ്സപ്പെടുന്നതൊന്നും. നമ്മുടെ സിനിമാ താരങ്ങളായ സെലിബ്രിറ്റികളെല്ലാം വരുന്ന സമയത്ത് മണിക്കൂറുകളോളം ചിലപ്പോൾ ഗതാഗതം തടസ്സപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ സംസ്ഥാനത്തുള്ള മുൻനിര രാഷ്ട്രീയ പാർട്ടികൾ CPM ആയാലും കോൺഗ്രസ് പാർട്ടി ആയാലും BJP ആയാലും ഇത്രമാത്രം സമരങ്ങൾ നമ്മുടെ കേരളത്തിൽ കാണുന്നുണ്ട്. ആ സമയത്തൊക്കെ ചിലപ്പോൾ മണിക്കൂറുകളോളം നമ്മുടെ ഗതാഗതങ്ങളെല്ലാം തടസ്സപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലൊന്നും ആർക്കും യാതൊരു പരാതിയുമില്ല. ഈ സ്ത്രീ അവിടെ വെച്ച് 2 മിനിറ്റ് നിസ്കരിച്ചതാണ് ഇപ്പോൾ എല്ലാവരുടെയും പ്രശ്നം. സമൂഹ മാധ്യമങ്ങളിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ മില്യൺസ് കണക്കിന് വ്യൂവേഴ്സാണ് ഒരു ദിവസം കൊണ്ട് ഈ ഒറ്റ വീഡിയോക്ക് കിട്ടിയത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയുന്നത് ആ വേഷം തന്നെയാണ്. കാരണം മുസ്ലിം വേഷധാരിയാണോ, അവർ മുസ്ലിമാണോ, തീർച്ചയായിട്ടും തെറിക്കും അതുപോലെ തന്നെ കമൻറ്റുകൾക്കൊന്നും യാതൊരു കുറവും ഒരിക്കലും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ മറ്റൊന്നും സംഭവിച്ചില്ല. കാരണം ഈ സ്ത്രീയോട് ആരാണ് പറഞ്ഞു കൊടുത്തത് എന്ന് എനിക്കറിയില്ല. ഇത്തരം ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും ആ ഒരു വഴി ആ സ്ത്രീ തിരഞ്ഞെടുത്തത്. തീർച്ചയായിട്ടും ആ അനീസ എന്ന് പറയുന്ന ആ സ്ത്രീ ആ വഴി തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് തീർച്ചയായിട്ടും ഈ ഒരു വാർത്ത കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്കതൊന്ന് കേൾക്കാം. നടു റോഡിൽ നിസ്കരിച്ച് വീട്ടമ്മ. തിരക്കേറിയ പാലക്കാട് IMA ജംഗ്ഷനിലാണ് നിസ്കാരം നടന്നത്. ഇതേ തുടർന്ന് പ്രദേശത്ത് കനത്ത ഗതാഗതക്കുരുക്ക് ഉണ്ടായതോടെ പോലീസ് ഇടപെട്ട് വീട്ടമ്മയെ നീക്കി. കോയമ്പത്തൂരിനടുത്ത് കുനിയമത്തൂർ സ്വദേശിയായ അനീസയാണ് പാലക്കാട് IMA ജംഗ്ഷനിൽ നിസ്കരിച്ചത്. ഉച്ചയ്ക്ക് 12:30 സംഭവം. ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിരുന്നു വീട്ടമ്മയുടെ നിസ്കാരം. അനീസയുടെ മരണപ്പെട്ട ഭർത്താവിന് അവകാശപ്പെട്ട ഭൂമിയുടെ വിഹിതം ഇവരുടെ കുടുംബത്തിന് നൽകാതെ ഭർത്താവിന്റെ സഹോദരന്മാർ വീതം വെച്ചിരുന്നു. കൊല്ലങ്കോട് നണ്ടൻകിഴായിലായിരുന്നു ഭർത്താവിന്റെ വീട്.
ആകെ 8 സെന്റ് ഭൂമിയിലാണ് ഇവർക്കും അവകാശമുള്ളത്. ഒഴിവാക്കിയതിൽ ബന്ധപ്പെട്ട എല്ലാവർക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇല്ലാതായതോടെയാണ് വീട്ടമ്മ പ്രതിഷേധ നിസ്കാരം നടത്തിയത്. വീട്ടമ്മയെ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് നീക്കി. ഇവരുടെ സഹോദരനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. 2 മക്കളാണ് തനിക്കുള്ളതെന്നും തനിക്ക് നീതി വേണമെന്നുമാണ് വീട്ടമ്മയുടെ ആവശ്യം. ഇവർക്ക് ഒപ്പമുണ്ടായിരുന്ന സഹോദരൻ മറ്റൊരു കടയിലേക്ക് പോയ സമയത്തായിരുന്നു റോഡിൽ വീട്ടമ്മയുടെ പ്രതിഷേധം. അപ്പോൾ നിങ്ങൾ ജിഹാദികളെന്ന് കുറ്റം പറഞ്ഞ ജിഹാദി എന്ന് വിളിച്ച ആ സ്ത്രീ എന്തുകൊണ്ടാണ് ഈ നടു റോട്ടിൽ വന്ന് നിസ്കരിച്ച് പ്രതിഷേധിക്കേണ്ടി വന്നത് എന്ന് നിങ്ങൾ കേട്ടു കാണും. തീർച്ചയായിട്ടും 2 മക്കളുടെ ഉമ്മയാണ്. അനീസ എന്നാണ് പേര്. അതുപോലെ തന്നെ കോയമ്പത്തൂർ സ്വദേശിയാണ്. പക്ഷേ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാ സ്ത്രീകളും സമൂഹത്തിലും അതുപോലെ തന്നെ കുടുംബക്കാരുടെ ഇടയിലൊക്കെ ചില കുടുംബങ്ങളിൽ ഒറ്റപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സ്ത്രീയുടെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം ആ സ്ത്രീക്കും കുട്ടികൾക്കും അവകാശപ്പെട്ട 8 സെന്റ് സ്ഥലം, അതിൽ അവകാശം പോലും അവർക്ക് കൊടുക്കാതെ ഏട്ടനും അനിയനും പങ്കിട്ടെടുക്കുന്നതാണ് കണ്ടത്. പിന്നെ ആ സ്ത്രീക്ക് യാതൊരു രക്ഷയും ഉണ്ടായിരുന്നില്ല. കാരണം തൻ്റെ മക്കൾക്ക് അവരെയും കൊണ്ട് റോട്ടുമിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ എങ്ങനെ പ്രതിഷേധിക്കണം, എങ്ങനെ ഇതിനൊരു ന്യായം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വാതിലുകൾ ആ സ്ത്രീ പോയി മുട്ടി എന്നുള്ളതാണ്. അതിന് വേണ്ടപ്പെട്ട എല്ലാ സ്ഥലത്തും പോയി അപേക്ഷിച്ചെങ്കിലും വാർഡ് മെമ്പർ അടക്കം അവിടുത്തെ വലിയ വലിയ പൗരപ്രമാണികർ എല്ലാവരും തന്നെ തള്ളിയതിന് ശേഷമാണ് അവസാനമായി ഗത്യന്തരമില്ലാതെ വന്നപ്പോൾ നടുറോട്ടിൽ മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ, ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കരിച്ച് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീ ആ മാർഗം തിരഞ്ഞെടുത്തത്. ആ മാർഗം തിരഞ്ഞെടുത്തതിനെ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷേ ആ സ്ത്രീയുടെ ഉന്നമനം അല്ലെങ്കിൽ ആ സ്ത്രീയെ ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് 100% ഞാൻ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നു. കാരണം ആത്യന്തികമായിട്ട് അവരുടെ മക്കളെയും കൊണ്ട് റോഡുമിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ സ്ഥിതിക്ക് ആ സ്വത്തിൽ 100% ആ സ്ത്രീക്കും അതുപോലെ തന്നെ 2 മക്കൾക്കും അവകാശമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എനിക്ക് ന്യായമായത് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അവിടെ വെച്ച് പ്രതിഷേധിച്ചത്. അവസാനമായിട്ട് പോലീസ് വരുന്നു, അവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഈ മരണപ്പെട്ട ആളുടെ സഹോദരനെ വിളിച്ചു വരുത്തിയിട്ട് എന്താണ് പ്രശ്നങ്ങൾ എന്നെല്ലാം SI അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് നമ്മളടക്കമുള്ള ഇന്ന് കേരളത്തിലെ വീഡിയോ ചെയ്യുന്നവരും അതുപോലെ തന്നെ പ്രേക്ഷകരും എല്ലാവരും ഈ ഒരു വിഷയം അറിഞ്ഞത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ സ്ത്രീക്ക് ആ വിഷയത്തിൽ എന്താണോ ആ സ്ത്രീ ഉദ്ദേശിച്ചത് തീർച്ചയായിട്ടും അത് നടന്നു കിട്ടുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ന്യായമായ ആവശ്യങ്ങൾ മാത്രമാണ് ആ സ്ത്രീ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ വീഡിയോയുടെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ആ സ്ത്രീയെ 100% സപ്പോർട്ട് ചെയ്യുന്നു. ആരുമില്ലാത്ത ഒരാൾക്ക് നമ്മുടെ കേരളത്തിൽ എന്നല്ല ലോകത്തെവിടെയും ഈ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ചില കഷ്ടപ്പാടുകൾ തീർച്ചയായിട്ടും നേരിടേണ്ടതായിട്ട് വരും. അത്തരം അവർ തിരഞ്ഞെടുക്കുന്ന മാർഗ്ഗങ്ങൾ ഈ സ്ത്രീ വിചാരിച്ച് കാണില്ല, ഞാൻ ഇത്തരം ഒരു മാർഗം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇത് ഇസ്ലാമിനെക്കുറിച്ചും അതുപോലെ തന്നെ എൻ്റെ സമൂഹത്തെക്കുറിച്ചും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഈ മഹല്ലത്തിനെക്കുറിച്ചും ഒന്നും ഇത്രയും വ്യാപകമായ രീതിയിലുള്ള വിമർശനങ്ങളും ഇത് മറ്റൊരു രീതിയിലേക്ക് പോകുമെന്ന് ആ സ്ത്രീ ഒരിക്കലും മനസ്സാ വാച കർമ്മണ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. തീർച്ചയായിട്ടും ഒരിക്കലും അതിനൊരു സാധ്യതയുമില്ല. അത്രമാത്രം ബുദ്ധിയും അത്രമാത്രം കഴിവൊന്നും ആ സ്ത്രീക്കുണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ സംഘപരിവാർ ശക്തികളും അതുപോലെ തന്നെ ക്രിസ്ത്യാനികളും എല്ലാം തന്നെ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് ജിഹാദികൾ കേരളം കീഴടക്കുന്നു, ഇങ്ങനെ പോയാൽ കേരളം ഭ്രാന്താലയമായി മാറുമെന്നാം പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ഈ സ്ത്രീയുടെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകളും പ്രൊഫൈലുകളും എല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു. ഒരുപാട് സങ്കടം തോന്നി. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ ഒരു പോക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒറ്റതിരിഞ്ഞുള്ള ആക്രമണമാണ്. ഏത് രീതിയിൽ എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടിയിട്ട് അവർ കാത്തു നിൽക്കുകയാണ്. അത്തരം ആൾക്കാരുടെ മുന്നിലേക്കാണ് ഇത്തരത്തിൽപ്പെട്ട വീഡിയോകളും അതുപോലെ തന്നെ ചിത്രങ്ങളും എല്ലാം പോകുന്നത്. തീർച്ചയായിട്ടും തിരഞ്ഞെടുത്ത വഴിയെ ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പക്ഷേ അവരുടെ ലക്ഷ്യം നല്ലതായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കമൻറ്റായി തീർച്ചയായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഓരോ കാര്യത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയല്ല, തെറ്റ് തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും ആ തെറ്റ് വലിയൊരു ശരിക്ക് വേണ്ടിയായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ അത് ചെറിയൊരു തെറ്റായി മാറുകയാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.